എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വലാത്ത് പറയുന്നവർ നൂറുകണക്കിനൊന്നും വേണ്ട, ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് വെള്ളിയാഴ്ച രാവ് സ്വലാത്ത് പറയേണ്ട രാവ്. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മുടെ പള്ളിയിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞപ്പോ ഹദ്ദാദ് റാത്തീബ് നമ്മുടെ പള്ളിയിൽ നോദി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വിചാരിച്ചതൊക്കെ എന്നെ നിർത്തിയെന്നിട്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞാനായിട്ട് തുടങ്ങിയതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് മനസ്സിന് വലിയ സന്തോഷം. ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ മൊബൈലിൽ നോക്കിയാണ് പലരും ഓതിയത്. ഇന്ന് അൽഹംദുലില്ലാഹ് ഹദ്ദാദ് റാത്തീബിൻ്റെ കിതാബ്, ചെറിയ പുസ്തകം ഇവിടെ എല്ലാവരുടെ കയ്യിൽ കൊടുക്കുന്നു. എന്ത് പുണ്യമെന്നറിയോ? പണ്ടൊക്കെ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കൊറോണയൊക്കെ വന്നത്? അള്ളാഹുവിൻ്റെ വിപത്തുകൾ, മരുന്നുകളില്ലാത്ത രോഗങ്ങൾ, ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ട്? നമ്മൾ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ മറന്നുപോയി. പലർക്കും അതൊക്കെ ഓതാനൊക്കെ വലിയ എന്തോ ബേജാറപ്പ അല്ലേ, വല്ല മടി, പലർക്കൊക്കെ വലിയ മടിയാണ്. അള്ളാഹുവേ പടച്ചോൻ ഇതൊക്കെ ഉണ്ടോ ഇല്ലേ, ഓടുക ചിലരൊക്കെ. സുബ്ഹാനല്ലാഹ്, വേണ്ടവൻ ഓത്, അനുഭവിക്കേണ്ടവൻ അനുഭവിക്കും. അതുകൊണ്ട് നല്ലത് കിട്ടുന്നവർക്കറിയാം. അൽഹംദുലില്ലാഹ്, അതൊക്കെ ഓതുന്നു. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ അൽഹംദുലില്ലാഹ് അത് ഓതാറുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതൊക്കെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഐശ്വര്യം. ഇതൊക്കെ തന്നെ, വേറൊന്നുമില്ല. അല്ലാതെ നമ്മൾ വന്ന് മുട്ടുകുത്തി വീഴുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിത്യമായിട്ട് പണ്ട് എല്ലാ വീടുകളിലും, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കയറി നോക്ക്. യൂട്യൂബിലൊക്കെ കയറിയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നിത്യമായി ചെയ്യുന്ന മഹത്തുക്കൾ. ഈ അടുത്ത് നമ്മളെ വിട പറഞ്ഞു പോയ മഹാനായ ശൈഖുനാ വാവാട് ഉസ്താദ്, അള്ളാഹു ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. മഹാനവറുകളുടെ മരണമൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അത്ഭുതത്തോടുകൂടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്തിപ്പറ്റ ഉസ്താദ് കഴിഞ്ഞാൽ എടുത്തു പറയാൻ കഴിയുന്ന വലിയൊരു പണ്ഡിതൻ, ദുആ ചെയ്യാൻ, മരണം മുൻകൂട്ടി മനസ്സിലാക്കി തൻ്റെ മക്കളെ മക്കാമിലേക്ക് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് എൻ്റെ മയ്യത്തടക്കാൻ പാണക്കാട് നിന്ന് തങ്ങന്മാർ വരും എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ എന്ന് നേരത്തെ കാലത്തെ പറഞ്ഞു വെച്ചിട്ട് മരണപ്പെട്ടു പോകുന്നവർ. എൻ്റെ പ്രിയ, അതാണ് മഹത്തുക്കൾ. അള്ളാഹുവിന് ഭയന്നുകൊണ്ട് തഖ്വയിൽ അനിശ്ചിതമായി ജീവിച്ചവരവരൊക്കെ അള്ളാഹു ഇവിടുത്തെ ഖബറിടം സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഇവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ദിക്റുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മിറ്റി മാറിയാലും മാറിയില്ലെങ്കിലും ഇതൊക്കെ നിർത്തരുത്. ഇതൊക്കെ നടക്കണം. ഇതൊക്കെ ഇപ്പൊ കുറെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ അറിവ് പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഇല്ലാതായി തോന്നും. ഇതൊക്കെ ഇനി അങ്ങോട്ട് പോകും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ ഖുതുബ ഓതാൻ തുടങ്ങും. ഇങ്ങനത്തെ പല കാലങ്ങളും വരും. രാവിലെ കിട്ടുന്ന എന്താപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഓരോ മനുഷ്യൻ്റെ അവസ്ഥകളെ കുറിച്ചൊക്കെ. സുബ്ഹാനല്ലാഹ്, ഓൺലൈൻ ആയതുകൊണ്ട് ലൈവായിട്ട് വഅദ് പോകുന്നതുകൊണ്ട് നാട്ടുകാരോട് പറഞ്ഞാൽ മതിയില്ല, എന്തിനാണ് വല്ലവരെയും കേൾപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സങ്കടം തോന്നിപ്പോകും. എന്തേ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയെന്ന്, എന്ന് ഒരിക്കലും ഒരു സ്ഥിരതയില്ലാത്തൊരവസ്ഥ അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പണ്ടുള്ള തലമുറകൾ അങ്ങനെ ആയിരുന്നവർക്ക് മൗലിദുണ്ടായിരുന്നു, റാത്തീബ് ഉണ്ടായിരുന്നു, ദിക്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബുറുദ ഓതുന്ന, ഇപ്പം ബുറുദയൊന്നും കേൾക്കാൻ തന്നെ ഇല്ല. അങ്ങനെ ഒരുപാട് മദ്ഹുകൾ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ട്. ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായൊരു രോഗമാണ്. ആ രോഗത്തെക്കുറിച്ച് മാത്രമേ നമുക്കൊന്നും കേട്ടറിവ് പോലുമില്ലായിരുന്നു, പ്ലേഗ് രോഗം. അത് കഴിഞ്ഞിപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിപത്തുകൾ നമ്മളെ തേടി വരാനുള്ള കാരണം നമ്മുടെ മുൻഗാമികൾ ചെയ്തുകൊണ്ടിരുന്ന പല ഇബാദത്തിനും നമ്മൾ തെളിവ് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു ഇങ്ങനെയുള്ള പലതും നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ പല തെളിവുകളും ചോദിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ തുടങ്ങി. മൈക്ക് സെറ്റ് കെട്ടിയിട്ട് പരസ്യമായിട്ട് ഈ ഉമ്മത്തിന്റെ അനുയായികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു എല്ലാത്തിനെയും പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടുന്ന് സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത്. ആ സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നു പോകുന്നത് ആദ്യമായിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരലോകത്ത് നരകത്തിന്റെ മുകളിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു പാലമാണ് സിറാത്ത്. സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ അല്ലാതെ കടന്നു പോകാൻ കഴിയില്ല. വേറെ ഒരു വഴിയുമില്ലല്ലോ. അതിന്റെ മുകളിൽ കയറണമല്ലോ. ഈ ലോകത്ത് കടന്നു വന്നവർ മുഴുവനും സിറാത്ത് എന്ന്
പറയുന്ന പാലത്തിന്റെ മുകളിൽ കാല് വെക്കേണ്ടവരാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അതിന്റെ മുകളിലേക്ക് കാല് വെച്ച് കഴിയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അസ്സിറാത്തു അലാ ജഹന്നം. അങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു എല്ലാത്തിനെയും പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടുന്ന് സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത്. പറയുന്ന പാലം കടന്നു പോകുന്നത് ആദ്യമായിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരലോകത്ത് നരകത്തിന്റെ മുകളിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു പാലമാണ് സിറാത്ത്. സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ അല്ലാതെ കടന്നു പോകാൻ കഴിയില്ല. വേറെ ഒരു വഴിയുമില്ലല്ലോ. അതിന്റെ മുകളിൽ കയറണമല്ലോ. ഈ ലോകത്ത് കടന്നു വന്നവർ മുഴുവനും സിറാത്ത് എന്ന് പറയുന്ന പാലത്തിൽ മുകളിൽ കാല് വെക്കേണ്ടവരാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അതിന്റെ മുകളിലേക്ക് കാല് വെച്ച് കഴിയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സ്വൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മുടിയെടുക്ക്, തലയിലെ ഒരു മുടിയെടുത്തിട്ട് ഏഴായിട്ട് ഇങ്ങനെ കീറിയെടുക്ക്. എന്നിട്ടൊരംശം ഇങ്ങനെ എടുത്ത് നോക്കണം. എത്ര നേർമയാണോ ഇതുപോലെയാണ് സിറാത്തിന്റെ പാലമിരിക്കുന്നത്. വല്ലാത്ത ഇരുളാണ്, വല്ലാത്ത വഴുവഴുപ്പാണ്, വല്ലാത്ത മൂർച്ചയാണ്. അതുമാത്രമല്ല, അടിയിലെ തീയ, നരകത്തിന്റെ തീയുടെ മുകളിലാണ് പടച്ചവനെ ഇത് കെട്ടിവെച്ചിരിക്കുന്നത്. ഈ പാലത്തിന്റെ മുകളിലൂടെ നടന്നു വേണം എന്റെ പൊന്നാര മുസ്ലിമേ, എന്റെ ചെറുപ്പക്കാരാ, കഥയല്ലടാ, ഇതൊന്നും ഒരു കഥയല്ല മോനെ. ഈ പാലത്തിന്റെ മുകളിലൂടെ വേണം അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാ. അപ്പോഴാണ് നരകത്തിന്റെ തീയാലുള്ള കൊളുത്തുകൾ വന്നിങ്ങനെ റാഞ്ചുകയാണ്. പടച്ചവനെ, നരകത്തിന്റെ കൊളുത്തുകൾ വന്ന് നരകത്തിലേക്ക് കൊണ്ടുപോവുകയാ. പടച്ച റബ്ബേ, റസൂലുള്ളാഹി തങ്ങളാണ് ഈ സിറാത്ത് ആദ്യമായിട്ട് കടന്നു പോകുന്നത്. പിന്നെയാണ് പ്രവാചകന്റെ പുറകെ പലരും പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്കതിന്റെ മുകളിലൂടെ കടന്നു പോകാൻ ഒരർഹതയില്ലല്ലോ, ഒരു യോഗ്യതയില്ലല്ലോ. കാരണം ജീവിതത്തിൽ എന്നെക്കാളും വലിയ പാപിയില്ലല്ലോ. ഓരോ മനുഷ്യനും ചിന്തിക്ക്, കള്ളു കുടിച്ചവനെയും വ്യഭിചരിച്ചവരെയും പലിശ തിന്നുന്നവനെയും ഞാനും നിങ്ങളും കുറ്റം പറയരുത്. കാരണം അവൻ കള്ളു കുടിച്ചവനും വ്യഭിചരിച്ചവനെ പറയുമ്പോ ഞാനും നിങ്ങളും സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്, എത്ര പാപം ചെയ്യുന്നവരാ, എത്ര പാപം ചെയ്ത് നടക്കുന്നവരാ. നമ്മളെ കാലം നശിച്ചവരുണ്ടോ? പടച്ചവനെ അല്ലാഹുവേ, റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ട് അല്ലാഹുവിനെ നന്ദികേട് കാണിച്ചുകൊണ്ട് എടാ കള്ളു കുടിയൻ നിസ്കരിക്കുന്നില്ല, ഞാൻ നിസ്കരിക്കുന്നുണ്ട്. കള്ളുകുടിയൻ ഖുർആൻ ഓതുന്നില്ല. വ്യഭിചരിച്ച് നടക്കുന്നവൻ ഖുർആൻ ഓതുന്നില്ല, ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്. പടച്ചവനെ, അവൻ നോമ്പ് പിടിക്കുന്നില്ല, ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്. ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവൻ അല്ലാഹുവിൽ വിശ്വാസമില്ല. അവന് പടച്ച റബ്ബിനെ അറിയില്ല, ഖബറിനെ കുറിച്ച് അറിയില്ല, മരണത്തെ കുറിച്ച് അറിയില്ല, പരലോകത്തെ കുറിച്ച് അറിയില്ല, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് അറിയില്ല, നരകത്തിന്റെ ശിക്ഷയെ കുറിച്ചറിയില്ല. ഈ അറിയുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പാപങ്ങള് ഞാനൊന്ന് സ്വന്തം ചിന്തിക്ക്, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്ക്. ഈ പായിപ്പാട് പള്ളിക്കകത്ത് കയറാത്തവനെ കുറ്റം പറയുന്നവനെ, ഈ പായിപ്പാട് പള്ളിക്കകത്ത് കയറാത്തവനെ നമ്മൾ കുറ്റം പറയുന്നു. ഓന് പള്ളിയില്ല, പട്ടവും ഇല്ല, നിനക്ക് പള്ളിയുണ്ട്, അതുപോലെ പാവമുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.